വിദ്യാഭ്യാസ രംഗത്തേക്ക് വരിക. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 1986 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ പറയുന്നതാണ് GDP-യുടെ 6% വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രം ചെലവഴിക്കണം. അതിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങൾ ചെലവഴിക്കണം. കാരണം ആരോഗ്യവും വിദ്യാഭ്യാസവും കൺകറന്റ് ലിസ്റ്റിൽ എന്ന് വെച്ചാൽ കൂടുതൽ പ്രാധാന്യം സംസ്ഥാനങ്ങൾക്കാണ്. അപ്പോൾ 6% GDP-യുടെ കേന്ദ്രം ചെലവഴിക്കണം, സംസ്ഥാനം 6%-ലധികം ചെലവഴിക്കണമെന്നാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ബജറ്റിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെലവഴിച്ചിരിക്കുന്നു? 2.07%. GSDP-യുടെ 2.07% ആണ് കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഈ തരത്തിലായതുകൊണ്ടാണ്. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ല. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ഹെഡ് മിസ്ട്രസോ ഹെഡ് മാസ്റ്ററോ ആകാൻ അതുകൊണ്ട് അധ്യാപകർക്ക് താല്പര്യമില്ല. ഒന്നുകിൽ അവർ പോക്കറ്റിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ അവർ തെണ്ടാൻ നടക്കണം. ഇങ്ങനെ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പൈസ വേണേ എന്നും പറഞ്ഞ് ഈ തരത്തിലുള്ള അവസ്ഥ കേരളത്തിന് ഉണ്ടായിത്തീരുന്നത് ഈ 2.07, അതായത് 2.1% ഓഫ് GSDP ആണ് വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? വിദ്യാഭ്യാസത്തിന് ഒരു 10% GSDP-യുടെ മാറ്റിവെക്കാൻ കഴിയണം. എവിടുന്ന് കിട്ടും ഈ 8%, 10% ഒക്കെ? നമുക്കറിയാമല്ലോ നമ്മുടെ കേരളം ഇപ്പോൾ ഇരിക്കുന്ന കടക്കെണിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന്. അതായത് നമുക്ക് കിട്ടുന്ന വിഭവ സമാഹരണം, നമുക്ക് ലഭ്യമായ വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി വരുമാനം, നികുതിയേതര വരുമാനം, അതുപോലെ നമുക്ക് കിട്ടേണ്ട ഷെയർ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം, ഈ മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഈ വരുമാനത്തിൻ്റെ 80% നമ്മൾ റവന്യൂ ചെലവിന് വേണ്ടി തന്നെ, അതായത് ശമ്പളം, പെൻഷൻ, പലിശ, ഇതിന് മൂന്നിനും വേണ്ടി തന്നെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മൂലധന ചെലവിന് പണം എവിടെ? അങ്ങനെ മൂലധന ചെലവിന് പണം കടമെടുത്താണ് നമ്മുടെ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന കടം എത്രയാണ്? നമ്മുടെ ബജറ്റിൽ തന്നെ പറയുന്നു, സഞ്ചിത കടം 34.08% ഓഫ് GSDP. 27% വരെ പോകാവുള്ളൂ. അതാണ് 34% വരെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കണം 29,000 കോടിയിലധികം. എന്തിനു വേണ്ടി കടമെടുത്തത്? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടം. ഇതൊക്കെ ഇങ്ങനെ ചേർത്താണ് ആകെ സഞ്ചിത കടമായാലും ഏത് കടമായാലും കണക്കാക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 34%-ൽ നിന്നൊക്കെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കടം കൊണ്ട് മുടിയുന്ന ഒരു കേരളം. ആ കേരളത്തിൽ എങ്ങനെയാണ് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ 8%, 10% ഒക്കെ ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുക? അപ്പം നമ്മൾ കടം വാങ്ങുന്നതിന് പരിധിയായിട്ട് തന്നെ കണക്കാക്കുകയും കേന്ദ്രത്തോട് വഴക്കിന് പോകാതെ ആ പരിധി സൂക്ഷിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ വിഭവ സമാഹരണം ശക്തമാക്കണം. വിഭവ സമാഹരണം ശക്തമാക്കിയ കേരളത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല.